ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ഇതാ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഈ ഒരു ബോക്സ് പുറത്തെടുത്തിട്ടുണ്ട്. ഇതെടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ കുറേ നാൾ മുന്നേ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ്, നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരുപാട് ഹെയർ ആക്സസറീസിൻ്റെ അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ മെറ്റീരിയൽസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അതെനിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു തരുമോ, അതിനെക്കുറിച്ച് ചെറിയൊരു ക്ലാസ് എടുത്തു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് പുറലോകം കണ്ടിട്ട് കുറേ നാളായല്ലോ. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബോക്സിനെ പുറത്തെടുക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇയറിങ്സ് ആണല്ലോ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 2mm സൈസിലുള്ള കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുന്തൻ സ്റ്റോൺസ് വേണം. ഞാനിവിടെ ഡ്രോപ്പ് ഷേപ്പും അതുപോലെ തന്നെ ഐ ഷേപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഹാങ്ങിങ് ബീഡ് വേണം. ഹാങ്ങിങ് ബീഡ് സെപ്പറേറ്റ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ലേസ് ഉള്ളത് കാരണം അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കുങ്കുരു ഉണ്ടല്ലോ കാണിച്ചിട്ടുള്ളത്, അത് വേണം. സ്റ്റോൺ ചെയിന് വേണം. പിന്നെ ഈ ഐ പിന്നി, ഹോൾ പിന്നി, അങ്ങനെ കുറേ പിന്നുണ്ടല്ലോ. ഞാൻ അതിൻ്റെയൊക്കെ പേര് വിട്ടുപോയി, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പിന്ന് വേണം. പിന്നെ നമുക്ക് ഇയർ സ്റ്റഡ് വേണം. പിന്നെ ഇത് മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസും കൂടെ വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ പുറലോകം കാണിച്ചിട്ട് കുറേ നാളായി എന്നുള്ളത്. അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത്. അത്യാവശ്യം തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഓയിലിട്ട് നല്ല നീറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു ഗ്ലൂ കൂടെ വേണം. B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ OHP ഷീറ്റും കൂടെ വേണം. അത് ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇയറിങ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ കൂടുതലായിട്ട് വിവരിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്കെല്ലാം കാര്യങ്ങളും മനസ്സിലാവും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ സ്റ്റഡാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു വൈറ്റ് ഹാഫ് ബീഡാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റിലായിട്ട് സ്റ്റോൺ ചെയിന് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ശേഷം താഴെ ഭാഗത്ത് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. രണ്ട് സൈഡിലായിട്ട് ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുത്തു. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഡ്രോപ്പ് ഷേപ്പിലുള്ളതും വെച്ച് കൊടുത്തു. പിന്നെ സൈഡിൽ ഗ്യാപ്പ് വരുന്നിടത്ത് റൗണ്ട് ഷേപ്പിലുള്ള സ്മോൾ കുന്തൻ സ്റ്റോണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റഡിൻ്റെ പോർഷൻ. ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റഡാണ് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ വരുന്ന പോർഷനാണ് മേക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നൊരു പ്രൊട്ടക്ടറാണ്. അതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് താഴെ ഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് അതിനനുസരിച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെറുതെ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷേപ്പ് മേക്ക് ചെയ്തെടുക്കുക. അതിതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ മതി. കറക്റ്റ് ഷേപ്പാക്കി എടുത്താൽ മതി. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു ബീഡ്സിൻ്റെ ലെയർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ത്രെഡിൽ നിന്നും ബീഡ്സ് ഇളക്കി മാറ്റാതെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ലെയർ ബീഡ്സിൻ്റെ ലെയർ കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റോണോട് ഒട്ടിച്ചു കൊടുക്കണം. താഴെ നേരെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ 3 ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് ചുറ്റിലായിട്ട് രണ്ട് സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ ഐ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഒരേ ഷേപ്പിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ ഇയറിങ്സ് കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇതാ അതും അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു ഗ്ലൂ എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് സമയം തന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം വെക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഹാങ്ങിങ്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ആ ഒരു ഹാങ്ങിങ് ബീഡും പിന്നെ ഗുങ്കുരുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ഈ ഒരു പിന്നിലോട്ട് കയറ്റിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലൊരു പിന്നെടുക്കുക. അതിലോട്ട് ആ ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള ബീഡ് ആദ്യം ഇട്ട് കൊടുക്കുക. ഹാങ്ങിങ് ബീഡ് ഉണ്ടല്ലോ അത് ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഗുങ്കുരു എന്ന് പറയുന്ന ആ ഒരു ബീഡ് ഒരു 4 പീസാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പിന്നെ അത്രത്തോളം നീളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ബാക്കി വരുന്ന ബാലൻസ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം
ഇതുപോലെ വളച്ചിട്ട് ആ ഒരു ടൂൾ ഉപയോഗിച്ച് പിന്നിനെ വളച്ചിട്ട് ഒരു ഹുക്ക് പോലെ ആക്കിയെടുക്കുക. ഇതുപോലെ വളച്ച് ഒരു ഹുക്ക് വരുന്ന നമുക്ക് ആ ഒരു ഇയറിങ്സിലോട്ട് കൊളുത്തി കൊടുക്കണമല്ലോ, അതിനാവശ്യമായ രീതിയിൽ ഇതുപോലെ ഒരു ഹുക്ക് പോലെ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കി വരുന്ന ഹാങ്ങിങ്സൊക്കെ റെഡിയാക്കി എടുക്കണം. ഹാങ്ങിങ്സ് റെഡിയാക്കുമ്പം എപ്പോഴും ഇതുപോലത്തെ പിന്നെടുക്കുക കേട്ടോ. ഈ എൻഡിലായിട്ട് ക്ലോസിങ് വരുന്ന ടൈപ്പ് പിന്നെടുക്കുക. മറ്റേ ടൈപ്പ് പിന്നെടുക്കരുത്. എൻഡിലായിട്ട് ഹോള് വരുന്ന ടൈപ്പ് പിന്നുണ്ടല്ലോ, അത് എടുക്കരുത്. ഈ ഒരു ടൈപ്പ് പിന്നിലാണ് എപ്പോഴും ഹാങ്ങിങ്സ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എത്രത്തോളമാണോ ആവശ്യം അത്രയും ഹാങ്ങിങ്സ് നമ്മൾ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ലാസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹാങ്ങിങ്സ് ഇയറിങ്സിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ആവശ്യമായിട്ടുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റഡും പിന്നെ മറ്റേ പോർഷനും നമ്മൾ ആ ഒരു ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കണം. നല്ല നീറ്റായിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ നല്ല നീറ്റായിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. നല്ല ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ത്രെഡ് കട്ടർ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എഡ്ജസൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കലാണ് അടുത്ത പണി എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഹോൾ പിന്നിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ഹോൾ പിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുന്നത്. ആ ഒരു ഹാങ്ങിങ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഹോൾ പിന്നിലോട്ടാണ്. അപ്പം ഈ ഒരു പിന്ന് നമുക്ക് ആവശ്യമായ അത്രയും വലുപ്പത്തിലെല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാം സെയിം ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഗ്ലൂ വെച്ചിട്ടൊന്ന് ബാക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് ആ ഒരു പിന്നിൻ്റെ ആവശ്യമുള്ളത് അവിടെയൊക്കെ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊക്കെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യാൻ നിന്നാൽ അത് മൊത്തത്തിൽ ഇളകി കയ്യിലോട്ട് പോരും. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. നമുക്ക് എവിടെയൊക്കെയാണോ ഇത് ജോയിൻ ചെയ്യാനുള്ളത് അവിടെയൊക്കെ ഈ ഒരു പിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഹോൾ പിന്നൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് പോർഷൻ കവർ ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ വാക്സ് ഷീറ്റ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ എന്തായാലും ഇതിൽ ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിലുള്ള വാക്സ് ഷീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അത് വാങ്ങിയതിന് ശേഷം കവർ ചെയ്ത് കൊടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബാക്ക് പോർഷൻ കവർ ചെയ്ത് കൊടുക്കുക. അത് ഉറപ്പായിട്ടും കവർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബാക്കിലുള്ള ആ ഒരു ഇതൊക്കെ കാണാത്ത രീതിയിൽ ഇതിൻ്റെ സെയിം ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊക്കെ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ആ ഒരു ഹാങ്ങിങ് ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആവും. അപ്പം വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ഹാങ്ങിങ് ബീഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹാങ്ങിങ് ബീഡ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഏത് കളർ ഹാങ്ങിങ്സ് ബീഡ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പല ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന ഹാങ്ങിങ് ബീഡ്സ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലുള്ള ഇയറിങ്സ് ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവസാനമായിട്ട് ഇയറിങ് സ്റ്റഡ് കൂടെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയറിങ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിലൂടെ അതെനിക്ക് അത്ര കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കുക. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.